സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് ടാരോയിലൂടെ 3 മെസ്സേജ് നോക്കാൻ വിചാരിച്ചു. 1 പ്രോബ്ലം, 2 ആറ്റിറ്റ്യൂഡ്, 3 ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ ആദ്യത്തെ കാർഡ് ഒരു പ്രോബ്ലം. ആ പ്രോബ്ലം എന്താ വന്നേക്കണെന്ന് വെച്ചപ്പോൾ 8 ഓഫ് സോർട്സ് ആണ്. അതായത് ഒരു വ്യക്തി, ആ വ്യക്തിക്ക് തോന്നുകയാണ് ആ വ്യക്തി റെസ്ട്രിക്റ്റഡ് ആണ്, ട്രാപ്പഡ് ആണെന്ന് അവർക്ക് തന്നെ തോന്നുകയാണ്. അവർ കെട്ടിയിട്ടിരിക്കുകയാണ്, അവർ ബന്ധനത്തിലാണെന്ന് അവർക്ക് തോന്നുന്നതാണ്. അവർക്ക് വേണമെങ്കിൽ കെട്ടയച്ച് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ അവരുടെ തോന്നലാണ് അവർ ബന്ധനത്തിലാണെന്നുള്ളത്. അതാണ് പ്രോബ്ലം. രണ്ടാമത്തെ കാർഡ് എന്താണ്? ക്യൂൻ ഓഫ് കപ്സ് ആണ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് തിക്തമായ അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അവർ ഹൈലി മെച്ചുവേർഡാണ്, കെയറിങ് ആണ്, കമ്പാഷനേറ്റ് ആണ്, നർച്ചറിങ് ആണ്, പരിപാലനം ചെയ്യുന്ന ആൾ. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ വളരെയധികം കെയർ ചെയ്തിട്ട് അവരെ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ആളും കൂടിയാണ്. വളരെ മറ്റുള്ളവരോട് അനുകമ്പയുള്ളവർ, മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഹൈലി ഇൻറ്റ്യൂഷനുള്ള ആളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ഒരു കഥാപാത്രമാണ് ക്യൂൻ ഓഫ് കപ്സ്. നർച്ചറിങ് കൂടിയാണ്, പരിപാലനത്തിൻ്റെ കാർഡും കൂടിയാണ്. അതാണ് ആറ്റിറ്റ്യൂഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്യൂച്ചറെ നോക്കിയപ്പോൾ വീൽ ഓഫ് ഫോർച്യൂണാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ കാലചക്രത്തിൻ്റെ കാർഡാണ്. അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാലചക്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ലൈഫിൽ പല സൈക്കിളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ഡിസിഷനൊക്കെ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഗുഡ് ലക്കും സക്സസ്സും ഉണ്ടാവും. ഇനിയിപ്പോൾ അതൊരു കയോട്ടിക്കായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും. യൂണിവേഴ്സ് അൺപ്രഡിക്റ്റബിളാണ്. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഗുഡ് ലക്കും സക്സസ്സും ഉണ്ടാവുന്നതായിരിക്കും. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. അതായത് ഒരാൾക്ക് തോന്നുകയാണ് അയാളെ കെട്ടിയിട്ടിരിക്കുകയാണ്, അയാൾ ബന്ധനത്തിലാണെന്ന്. അതാണ് പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ അയാളുടെ ആറ്റിറ്റ്യൂഡ് വളരെ നല്ല ആറ്റിറ്റ്യൂഡാണ്. കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്, നർച്ചറിങ്ങിൻ്റെ ആണ്, മെച്ചുവേർഡായിട്ടുള്ള ഒരാളാണ്, കമ്പാഷനായിട്ടുള്ള ആളാണ് ആറ്റിറ്റ്യൂഡ്. പക്ഷേ കാലചക്രം ആണ് മറ്റേ ഫ്യൂച്ചറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കാലചക്രം അത് തിരിഞ്ഞുകൊണ്ടിരിക്കുക. അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഗുഡ് ലക്കും സക്സസ്സും കൊണ്ടുവരും. ഇതാണ് ഇന്നത്തെ ടാരോയിലൂടെ ഗൈഡൻസ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.